റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ഉമ്മത്തിൽ ഒരു വിഭാഗം വരാനിരിക്കുന്നു. നബിയുടെ കാലത്ത് അതിന്റെ ഒരു ചെറിയ അടയാളം റസൂൽ കണ്ടപ്പോഴാണ് പറഞ്ഞത്. എന്നിട്ട് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഹ്ഖിറു അഹദുകും സ്വലാതഹു മഅ സ്വലാതിഹിം വസിയാമഹു മഅ സിയാമിഹിം. നിങ്ങളിൽ ഒരാളുടെ നമസ്കാരം, ആരുടെ? സ്വഹാബത്തിന്റെ നമസ്കാരം ഈ വരാൻ പോകുന്ന ടീമിന്റെ നമസ്കാരവുമായി തട്ടിച്ചു നോക്കിയാൽ ഒന്നുമല്ല. അത്രയും വലിയ നമസ്കാരക്കാർ വരും. അതേപോലെ തന്നെ സ്വഹാബികളെ, നിങ്ങളുടെ നോമ്പ് അവരുടെ നോമ്പുമായി തട്ടിച്ചു നോക്കിയാൽ ഒന്നുമല്ലാതായിരിക്കും. അത്രയും വലിയ നോമ്പുകാരും നമസ്കാരക്കാരും. യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ലാ യുജാവിസു തറാഖിയഹും, ആ ഖുർആനിന്റെ ഖിറാഅത്ത് വായിൽ മാത്രമേ ഉള്ളൂ, ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിനെ, ഖുർആനിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുന്നില്ല. പ്രവാചകൻ പഠിപ്പിക്കുന്ന രൂപത്തിൽ ഖുർആനിനെ അവർ ഉൾക്കൊള്ളുകയില്ല. ഒരു മേൽവായന മാത്രമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ലാ യുജാവിസു തറാഖിയഹും, തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ട് ഖുർആൻ ഇറങ്ങുകയില്ല. യംറുഖൂന മിനദ്ദീൻ കമാ യംറുഖു അസ്സഹ്മു മിനർ റമിയ്യ, അവർ മതത്തിൽ നിന്ന് അതിരുവിട്ട് അവസാനം അതിന്റെ ബൗണ്ടറിക്ക് പുറത്തേക്ക് ചാടും. മതത്തിൽ അതിരുവിടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവർ മതത്തിൽ നിന്ന് പുറത്തു പോകും. ഏതുപോലെ? വേട്ടമൃഗത്തെ തുളച്ച് അമ്പ് കയറിയിട്ട് അതിന്റെ ശരീരത്തിലൂടെ പുറത്തേക്ക് പോകുന്നത് പോലെ ഇസ്ലാമിലേക്ക് വന്നിട്ട് പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ഉലൈക ശിറാറുൽ ഖൽഖി വൽ ഖലീഖ, സൃഷ്ടികളിൽ ഏറ്റവും മോശം അവരായിരിക്കും. ആരെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഖവാരിജികളെ കുറിച്ചാണ്. അവരാണ് ആദ്യത്തെ ടീം. ഇസ്ലാമിൽ നിന്ന്, അല്ലെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയ ആദ്യത്തെ വിഭാഗം ഖവാരിജികൾ. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് അവർ സ്വഹാബികളെ പോലും കാഫിറുകളാണ് എന്ന് പറഞ്ഞു. അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ സ്വഹാബത്ത് കാഫിറുകളാണ് എന്ന് ഖുർആനിലെ ആയത്തുകളെ ഓതി അവർ ദുർവ്യാഖ്യാനിച്ചു. അങ്ങനെ ഭരണാധികാരികളെ അവർ കാഫിറുകളാക്കി, മുസ്ലിമീങ്ങളെ അവർ കാഫിറുകളാക്കി, ഭരണാധികാരികൾക്കെതിരിൽ ആയുധവും എടുത്തിറങ്ങി. അങ്ങനെ സമൂഹത്തിൽ വമ്പിച്ച ഫിത്നകൾ ഉണ്ടാക്കി. വൻപാപം ചെയ്തവർ പോലും കാഫിറുകളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്ലാമിനെ അവർ ദുർവ്യാഖ്യാനിച്ചു. അവരാണ് ഖവാരിജികൾ. ആ ഖവാരിജികളുടെ വാദവുമായി കൊണ്ട് എക്കാലഘട്ടത്തിലും ആളുകൾ ഇറങ്ങും. അവരുടെ നാവുകളിൽ നിങ്ങൾക്ക് കേൾക്കാം ഹാക്കിമിയത്ത്, ഖിലാഫത്ത്, ജാഹിലിയത്ത്, തക്ഫീറിന്റെ മസലകൾ. അങ്ങനെ ഹാക്കിമിയത്തിന്റെ പേരിൽ, ഖിലാഫത്തിന്റെ പേരിൽ, ഇമാമത്തിന്റെ പേരിൽ, അങ്ങനെ പല പേരും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ അവർ കുഴപ്പമുണ്ടാക്കും. ഭരണാധികാരികളെ അവർ തക്ഫീർ ചെയ്യും. എന്നിട്ട് സമൂഹത്തിന്റെ കൈകളിൽ ആയുധം വെച്ചു കൊടുക്കും. എന്നിട്ട് അവർ ഗ്രൂപ്പുകളായി മാറും. മതത്തെ ഛിന്ന ഭിന്നമാക്കും. ഭരണകൂടത്തിന്റെ അനീതി പറഞ്ഞ്, അക്രമം പറഞ്ഞ് അവർ സ്വയം തന്നെ അക്രമവും അനീതിയും കാണിക്കുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകളായി മാറും. ഏതൊരു ഫിത്നക്കെതിരിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നോ, അതിനേക്കാൾ വലിയ ഫിത്നയുടെ ആളുകളായി അവർ മാറും.